ഹായ് ഓൾ, ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പെർമനന്റ് പോസ്റ്റ് ഒന്നുമല്ല. നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അപ്രന്റീസ്ഷിപ്പിലേക്ക് വിളിച്ചിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കൊല്ലത്തെ അപ്രന്റീസ്ഷിപ്പാണ് വിളിച്ചിരിക്കുന്നത്. അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ ആയിട്ട് തന്നെയാണ്. സാധാരണ പ്രോസസ്സൊക്കെ അതേപോലെ തന്നെ, നമ്മളുടെ സാധാരണ പ്രോസസ്സ് പോലെ തന്നെ സെയിം ആണ്. അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് വന്നത് 8/2/2026 തൊട്ട് നമുക്ക് 24/2/2026 വരെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഒരു ഓൺലൈൻ എക്സാമിനേഷൻ എഴുതിയിട്ടാണ് നമുക്ക് ഇതിലേക്ക് സെലക്ഷൻ കിട്ടുന്നത്. ഫസ്റ്റ് വീക്ക് ഓഫ് മാർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സാധാരണ പറയുന്ന പോലെ തന്നെ എലിജിബിലിറ്റി നമ്മൾ ഇന്ത്യക്കാരനായിരിക്കണം. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഏജ് ആണ്. ഏജ് 20 വയസ്സും അതേപോലെ തന്നെ 28 വയസ്സാണ് മാക്സിമം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് SC/ST ആൾക്കാർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും, നോൺ ക്രീമി ലെയർ 3 വർഷത്തെയും, പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി 10 വർഷത്തെയും, അതേപോലെ തന്നെ അവർ പറഞ്ഞിട്ടുള്ള കാറ്റഗറി ആൾക്കാർക്കുള്ള ഏജ് റിലാക്സേഷൻ എല്ലാം നമുക്ക് എന്താണ്, സാധാരണ അപ്ലൈ ചെയ്യുന്ന പോലെയുള്ള എല്ലാ ഏജ് റിലാക്സേഷനും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് സാധാരണ പോലെ തന്നെ ഗ്രാജുവേഷൻ ആണ്. ഏതൊരു ഡിഗ്രി ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും നമുക്ക് ഗ്രാജുവേഷൻ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷനും ഏജും നമ്മൾ നോക്കി. ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായാലും നമ്മൾ അപ്രൂവ്ഡ് ആയിരിക്കണം എന്നേ ഉള്ളൂ. ഗ്രാജുവേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഡ്യൂറേഷൻ ഓഫ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് നമുക്ക് വരുന്നത് 12 മാസമാണ്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, 1 year ട്രെയിനിങ് വിൽ ബി ഇൻക്ലൂഡഡ് 2 weeks ബേസിക് ട്രെയിനിങ് ആൻഡ് 50 weeks ഓൺ ദി ജോബ് ട്രെയിനിങ് ആണ്. അപ്പോൾ 12 മാസത്തെ ട്രെയിനിങ് ആണ് നിങ്ങൾക്ക്. ടോട്ടൽ 52 ആഴ്ച എന്ന് അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ വേക്കൻസി വരുന്നത് 83 വേക്കൻസി ആണ് കേട്ടോ. 83 വേക്കൻസിയാണ്. എല്ലാ വേക്കൻസിയുടെ ലിസ്റ്റും അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കേരളത്തിൽ വരുന്ന വേക്കൻസി ജസ്റ്റ് ഒന്ന് നോക്കാം. യെസ്, കേരളത്തിൽ വരുന്ന വേക്കൻസി 83 വേക്കൻസിയാണ്. അപ്പം 83 വേക്കൻസിയാണ് കേരളത്തിൽ വരുന്നത്. പിന്നെ ഇവർ അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് അവർ കുറച്ച് ക്രൈറ്റീരിയാസ് പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള. അതിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാം. യെസ്, അതേപോലെ തന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ആണ്. അപ്പം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട്, ഏത് ഡിഗ്രി ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് 1 വർഷത്തെ ഏതെങ്കിലും അപ്രന്റീസ്ഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോബ് 1 വർഷം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഫ്രഷർ ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ നമുക്കിതിലൊരു സ്റ്റൈപ്പൻഡ് ആണ് തരുന്നത്, സാലറി അല്ല. റൂറൽ, സെമി അർബൻ, അർബൻ ഏരിയകളിൽ നമുക്ക് 12,300 രൂപയും, അതേപോലെ തന്നെ മെട്രോ സിറ്റികളിൽ നമുക്ക് 15,000 രൂപയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സാലറി, അതായത് സ്റ്റൈഫൻഡ് ആയിട്ട് അവർ തരുന്നത് കേട്ടോ. ഇതൊരു പെർമനന്റ് പോസ്റ്റ് അല്ല. നമുക്ക് ഇത് കിട്ടിയെന്ന് കരുതി നിങ്ങൾക്ക് വേറെ ഒരു ബെനിഫിറ്റുകളും ഉണ്ടാവില്ല. ഈ സ്റ്റൈഫൻഡ് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അതും അവർ നോട്ടിഫിക്കേഷനിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ. അപ്ലൈ ചെയ്യുന്നതിന് ഫീസ് ഉണ്ട്. ഫീസ് വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫീ വരുന്നത് ജനറലുകാർക്ക് 944 രൂപ, 944. ജനറൽ, OBC, EWS അങ്ങനെ എല്ലാവർക്കും നമുക്ക് എന്താണ് വരുന്നത്, മെയിൽ ആയിട്ടുള്ള ആൾക്കാർക്ക്, ആൺകുട്ടികൾക്കാണ് 944, ഫീമെയിൽസിന് പെൺകുട്ടികൾക്ക് 708 ആണ് വരുന്നത്. SC/ST, PWD മെയിലും ഫീമെയിലിനും 236 രൂപയാണ്. ട്രാൻസ്ജെൻഡേഴ്സിനും 236 രൂപയാണ് നമുക്ക് ഫീസ് വരുന്നത് കേട്ടോ. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുന്നതിന് ഫീ ഉണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്. 100 മാർക്കിന്റെ ടെസ്റ്റ് ആണ്. 4 കാറ്റഗറി നമുക്ക് ബാങ്ക് എക്സാമിന് പഠിക്കുന്ന ജനറൽ ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിങ് ആപ്റ്റിറ്റ്യൂഡ്, കമ്പ്യൂട്ടർ നോളേജ് എല്ലാം നമുക്ക് എത്ര വരുന്നുണ്ട് ഇവിടെ. നമുക്ക് ക്വാണ്ടിറ്റേറ്റീവും റീസണിങ്ങും ഒരുമിച്ച് 25 ക്വസ്റ്റ്യൻ ആണ്, സെപ്പറേറ്റ് അല്ല. എല്ലാത്തിനും 25 ക്വസ്റ്റ്യൻസ് വെച്ച് 25 മാർക്ക്. ടോട്ടൽ 100ലാണ്. 60 മിനിറ്റ് സമയം. ഇൻഡിവിജ്വൽ ടൈമിങ്ങിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ടോട്ടൽ 60 മിനിറ്റ് സമയമാണ് നമുക്ക് വരുന്നത്. ഇതിന് ശേഷം എന്ത് ചെയ്യും, നമുക്ക് അതിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യും, അപ്പോയിന്റ്മെന്റ് കിട്ടും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പെർമനന്റ് ജോലി അല്ല. നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള IBPS POയും, IBPS ക്ലർക്കും, SBI POയും, SBI ക്ലർക്കും എല്ലാം ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. RRB PO, RRB ക്ലർക്ക്. കാരണം SBI പെട്ടെന്ന് തന്നെ വിളിക്കും.
അത് ഓൾറെഡി നമ്മൾക്ക് മുന്നേ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. അതിനുശേഷം IBPSന്റെ കലണ്ടർ വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇക്കൊല്ലം എന്തായാലും ഇത്ര വേക്കൻസീസ് വിളിക്കും. അതെല്ലാം പെർമനന്റ് പോസ്റ്റുകളാണ്. ഇത് അപ്രന്റീസ്ഷിപ്പ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കുക. ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. പെർമനന്റ് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും ജോലി ഉണ്ടാവും. എല്ലാ അലവൻസുകളും ഇൻക്ലൂഡിങ് പെൻഷൻ, അതേപോലെ എല്ലാ അലവൻസുകളും എല്ലാ ബെനിഫിറ്റുകളും നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ അതൊന്നും നമുക്ക് ലഭിക്കില്ല. ഇവിടെ നിങ്ങൾക്ക് ആ സ്റ്റൈഫൻഡ് ആയിട്ടുള്ളത് സാധാരണ ഏരിയകൾ 12,300 രൂപയും അല്ലാത്ത ഇടങ്ങളിൽ 15,000 രൂപയാണ്. ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ജോലി നോക്കണം. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അപ്രന്റീസ്ഷിപ്പ് ആണ് വിളിച്ചിരിക്കുന്നത്, പെർമനന്റ് പോസ്റ്റ് അല്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വരുന്ന കൊല്ലം ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട്. അതനുസരിച്ച് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ടിരുന്ന് പഠിക്കാം. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.